നമ്മൾ എടുക്കുന്ന നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ അടിക്കുന്ന അത്ര നല്ല കാര്യമല്ല. കാരണം ഫ്യൂൽ സർചാർജ് ആണ്. ഫ്യൂൽ സർചാർജ് നോർമലി 1% മുതൽ 3% വരെയാണ്. നമുക്ക് പല കാർഡിലും സർചാർജ് വേവർ ഉണ്ടെങ്കിൽ കൂടി അതിനൊരു ക്യാപ്പ് ഉണ്ടാകും. ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം നമുക്ക് സർചാർജ് വേവറായിട്ട് നേടാൻ സാധിക്കുക. കാർഡ് വേരിയൻ്റ് അനുസരിച്ച് ചില കാർഡിൽ ഒരു മാസം 100 രൂപയായിരിക്കാം, ചില കാർഡിൽ 200 രൂപയായിരിക്കാം. സോ ഈ ഒരു ക്യാപ്പ് എക്സീഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സർചാർജ് വേവർ കിട്ടുകയില്ല. സർചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് സർചാർജ് വേവറായി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടാകും. അത് നമ്മൾ നോക്കി വേണം ട്രാൻസാക്ഷൻ നടത്താനായിട്ട്. അപ്പോൾ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ടിൽ കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ടിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സർചാർജ് വേവറായിട്ട് കിട്ടുകയില്ല. ഇനിയിപ്പോൾ നമുക്ക് സർചാർജ് വേവറായിട്ട് കിട്ടിയെങ്കിൽ കൂടി ആ ഒരു സർചാർജിൻ്റെ GST നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് വേവ് ചെയ്ത് കിട്ടുകയില്ല. ആ ഒരു ചാർജ് നമ്മൾ എപ്പോഴും പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ കയ്യിൽ റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ ആണുള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ പല കാർഡിലും സർചാർജോ അതിൻ്റെ GSTയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഞാൻ പേഴ്സണലി കിവി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, സ്ലൈസിൻ്റെ റുപ്പേ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ ഫ്യൂൽ അടിക്കുന്ന സമയത്ത് സർചാർജോ അതുപോലെ തന്നെ സർചാർജിൻ്റെ GSTയോ കാര്യങ്ങളൊന്നും എടുക്കാറില്ല. എത്ര രൂപയാണോ ഫ്യൂൽ അടിക്കാനായിട്ട് എക്സ്പെൻസ് വരുന്നത് ആ ഒരു സെയിം എമൗണ്ട് മാത്രമാണ് ഡെബിറ്റ് ആകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ അടിക്കുമ്പോൾ എക്സ്ട്രാ സർചാർജോ അല്ലെങ്കിൽ GSTയോ എടുക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് കാർഡാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ നോർമൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഫ്യൂൽ കാറ്റഗറി പേയ്മെൻറ്റിന് നമുക്ക് റിവാർഡ് പോയിന്റോ കാര്യങ്ങളൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. സോ ഒരു പരിഹാരം എന്ന രീതിയിൽ നമുക്ക് ഫ്യൂൽ അടിക്കാനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഫ്യൂൽ കമ്പനികളുമായി ടൈപ്പ് ആയിട്ട് പല കാർഡ് ഇഷ്യൂവേഴ്സും കോബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കോബ്രാൻഡഡ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സർചാർജിന് GST കൊടുത്താൽ കൂടി നമുക്ക് ആ കാർഡിൽ റിവാർഡ് പോയിന്റ് കിട്ടും. ഫ്യൂൽ അടിക്കുമ്പോൾ ആ റിവാർഡ് പോയിന്റ് വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ BPCL ആണെങ്കിൽ SBI കാർഡ്സുമായിട്ട് ചേർന്നുകൊണ്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ HP ആണെങ്കിൽ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ ആണെങ്കിൽ ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ RBL ബാങ്ക് അങ്ങനെ പല ബാങ്കുമായിട്ടും ചേർന്നുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡും കംപ്ലീറ്റ്ലി ഓക്കെ അല്ല, അതിനും പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, നിങ്ങൾ എടുക്കുന്ന കാർഡ് ഏതെങ്കിലും ഒരു ഫ്യൂൽ കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും. സോ ആ കമ്പനികളിൽ മാത്രമേ നമുക്ക് ഫ്യൂൽ സർചാർജ് വേവർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും. അതും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനും സാധിക്കില്ല. എല്ലാ കമ്പനികൾക്കും അവരുടെ എലിജിബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ലിസ്റ്റ് നോക്കി വേണം നമ്മൾ ഫ്യൂൽ അടിക്കാനുണ്ട്. അതുകൊണ്ടാണ് പല കേസിലും പലർക്കും ഇന്ന ഔട്ട്ലെറ്റിൽ നിന്ന് ഫ്യൂൽ അടിച്ചിട്ട് റിവാർഡ് പോയിന്റ് കിട്ടിയില്ല, അതുപോലെ തന്നെ അവിടെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത്. ലിസ്റ്റ് ഉണ്ടാകും, ലിസ്റ്റ് നോക്കി വേണം ഫ്യൂൽ അടിക്കാനായിട്ട്. പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള ഔട്ട്ലെറ്റ് ഒന്നും ലിസ്റ്റിൽ ഉണ്ടാവുകയുമില്ല. പിന്നെ നേരിടുന്ന പ്രശ്നം ഏൺ ചെയ്ത റിവാർഡ് പോയിന്റ് റിഡംഷനിലാണ്. പല ഔട്ട്ലെറ്റിലും നമുക്ക് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം, നമ്മൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്ന POS മെഷീനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന മെഷീൻ കറക്റ്റ് ആയിട്ടുള്ള MCC കോഡിലാണെങ്കിൽ മാത്രമേ നമുക്ക് റിവാർഡ് പോയിന്റ് അവിടെ കിട്ടുകയുള്ളൂ. അവർ ഉപയോഗിക്കുന്ന POS മെഷീൻ വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചില പമ്പിലൊക്കെ നമ്മൾ കയറിയിട്ട് ഫ്യൂൽ അടിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന POS മെഷീൻ പലപ്പോഴും രജിസ്റ്റർ ആയിരിക്കുന്നത് അവിടെയുള്ള ഏതെങ്കിലും ടി എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിലായിരിക്കും. അവരായിരിക്കും ആ ഒരു ഔട്ട്ലെറ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റിവാർഡ് പോയിന്റ് അവിടെ കിട്ടുകയില്ല. കാരണം നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന ആ ഒരു POS മെഷീൻ രജിസ്റ്റർ ആയിരിക്കുന്നത് വേറെ ഒരു MCC കാറ്റഗറിയിലാണ്. സോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം കറക്റ്റായിട്ട് റിവാർഡ് പോയിന്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ കിട്ടിയ റിവാർഡ് പോയിന്റ് ആണെങ്കിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള പല കംപ്ലയിൻസും ഫ്യൂൽ കാറ്റഗറി കാർഡിനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഫ്യൂൽ കാറ്റഗറി കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ല ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് കാർഡാണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. സോ ഫ്യൂൽ കാറ്റഗറിയിലുള്ള കാർഡാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർഡും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. തമ്മിൽ ഭേദമായിട്ടുള്ള 3 കാർഡുകൾ പരിചയപ്പെടാം. ഒന്നാമതായിട്ട് SBI കാർഡ്സ് BPCLുമായിട്ട് ചേർന്നുകൊണ്ട് 2 വേരിയന്റ് കാർഡ് നൽകും. അതിൽ ഒന്നാമത്തേത് SBI BPCL ഒക്ടൈൻ കാർഡാണ്. ഈ ഒരു കാറ്റഗറിയിൽ ടോപ്പ് ആയിട്ടുള്ള കാർഡ് തന്നെയാണത്. ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡൊന്നുമല്ല. ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 1499 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ജോയിനിങ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്ക് 1500 രൂപ ഇക്വലന്റ് ആയിട്ടുള്ള 6000 ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടും. നമ്മൾ ഈ ഒരു ജോയിനിങ് ഫീസ് കൊടുത്തു വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു 6000 ബോണസ് പോയിന്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ വർഷം റിന്യൂവൽ ഫീസ് ആയിട്ട് 1499 രൂപ പ്ലസ് GST കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതും നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ആനുവലി ഒരു കാർഡ് ഉപയോഗിച്ച് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനുവൽ ചാർജും വേവ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഒരു കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ അടിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കോബ്രാൻഡഡ് കാർഡാണ്. സോ BPCLന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഫ്യൂൽ കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയുള്ളൂ. അതും അവരുടെ സെലക്ടഡ് ലിസ്റ്റ് ഉണ്ടാകും, ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റ് ഉണ്ടാകും. ലിസ്റ്റിലുള്ള ഔട്ട്ലെറ്റിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 7.25% ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ 6.25% നമുക്ക് റിവാർഡ് പോയിന്റിലൂടെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ബാക്കി 1% നമുക്ക് സർചാർജ് വേവർ എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ 100 രൂപക്കും BPCL ഔട്ട്ലെറ്റിൽ നിന്ന് ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക്
നമുക്ക് 25 റിവാർഡ് പോയിന്റ് കിട്ടും. അതായത് ഇക്വലൻ ടു 6 രൂപ 25 പൈസ. സോ ഓരോ 100 രൂപയ്ക്ക് ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക് 6 രൂപ 25 പൈസ അവിടെ റിവാർഡ് പോയിന്റിലൂടെ നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 1% സർചാർജ് വേവർ കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് അവിടെ സേവ് ചെയ്യാം. പക്ഷേ സർചാർജിൻ്റെ GST കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാലും നമുക്ക് 6 രൂപ 25 പൈസ അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് നമുക്കത് ബാലൻസ് ചെയ്യാം. പക്ഷേ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ റിവാർഡ് പോയിന്റ് നേടാൻ സാധിക്കുകയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂലൊക്കെ നമ്മൾ ഡേ ടു ഡേ അടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസിന് നഷ്ടമായിട്ട് മാറും. സോ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ബില്യൺ സൈക്കിളിൽ മാക്സിമം നേടാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിന്റെ ക്യാപ്പ് എന്ന് പറയുന്നത് 2500 റിവാർഡ് പോയിന്റ് വരെയാണ്. അതായത് മാക്സിമം ഈ റിവാർഡ് പോയിന്റിലൂടെ നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 625 രൂപ മാത്രമാണ്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തെ 10,000 രൂപ വരെയുള്ള ഫ്യൂൽ പേയ്മെന്റിന് നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് നേടാം. 2500 റിവാർഡ് പോയിന്റിലൂടെ 625 രൂപ അവിടെ നമുക്ക് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും. 10,000 രൂപയ്ക്ക് മുകളിൽ എക്സ്പെൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 10,000 രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുകയില്ല. അതുപോലെ തന്നെ നമുക്ക് സർചാർജ് വേവർ ഒന്നും കിട്ടിയില്ല എന്ന് വരും. BPCL ഔട്ട്ലെറ്റിൽ നിന്ന് ഫ്യൂൽ അടിക്കുമ്പോൾ മാത്രമല്ല ഭാരത് ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോഴും ലൂബ്രിക്കൻറ്റിന് പേയ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. ആനുവലി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2000 രൂപ വർത്തായിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നു. നമുക്ക് ക്വാർട്ടറിൽ ഒരു തവണ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാം. ലോഞ്ചുകളെ ലിസ്റ്റ് കാണുന്നതാണ് 16 ലോഞ്ച് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിൽ ഒരു ലോഞ്ച് പോലും ഒരു എയർപോർട്ടിലെ ലോഞ്ച് പോലും അവൈലബിൾ അല്ല. പിന്നെ ഫ്യൂൾ സർചാർജ് നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ 1% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. അതിന്റെ ട്രാൻസാക്ഷൻ എമൗണ്ട് മാക്സിമം അപ് ടു 4000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ എമൗണ്ടിനാണ് നമുക്ക് സർചാർജ് വേവ് ചെയ്ത് കിട്ടുക. നിങ്ങൾ പോയിട്ട് ഒരു 6000 രൂപയുടെ ഫ്യൂൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സർചാർജ് വേവ് ചെയ്ത് കിട്ടുകയില്ല. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 ആണ്. അതുപോലെ തന്നെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് മാക്സിമം സർചാർജ് വേവറായിട്ട് നേടാനായിട്ട് സാധിക്കുക 100 രൂപ മാത്രമാണ്. പിന്നെ വരുന്ന മറ്റു ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ 100 രൂപ നമ്മൾ ഡൈനിങ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ അതുപോലെ തന്നെ ഗ്രോസറി കാറ്റഗറിയിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. ഈ ഒരു 10 റിവാർഡ് പോയിന്റ് കാറ്റഗറിയിൽ ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റുകളുടെ എണ്ണം 7500 റിവാർഡ് പോയിന്റ് വരെയാണ്. പിന്നെ മറ്റു കാറ്റഗറിയിൽ മറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ കാറ്റഗറിയിൽ ഓരോ 100 രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. ഇവരുടെ ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. സോ ഇതൊക്കെയാണ് BPCL SBI കാർഡ് ഒക്ടേൻ വേരിയന്റിന്റെ വിശദാംശങ്ങൾ. ഈ ഒരു ഫ്യൂൽ കാറ്റഗറിയിൽ ടോപ്പ് ആയിട്ടുള്ള കാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് തന്നെയാണ്. പിന്നെ ഇവരുടെ തന്നെ ഒരു ലൈറ്റ് വെർഷൻ കൂടിയുണ്ട്, നോർമൽ BPCL SBI കാർഡ്. അതിന്റെ ചാർജ് വരുന്നത് 499 രൂപ പ്ലസ് GST ആണ് ജോയിനി ഫീസും ആനുവൽ ഫീസും. അതിനും വെൽക്കം ബെനിഫിറ്റും അതുപോലെ തന്നെ ആനുവൽ ചാർജ് വേവറും അവൈലബിൾ ആണ്. നമ്മൾ ജോയിനി ഫീസ് കൊടുത്ത് 20 ദിവസത്തിനുള്ളിൽ 500 രൂപക്ക് ഇക്വലന്റ് ആയിട്ടുള്ള 2000 റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കാർഡിൽ. അപ്പോൾ നമ്മൾ ജോയിനി ഫീസ് കൊടുത്താലും വെൽക്കം ബെനിഫിറ്റിലൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആനുവൽ ചാർജ് വേവ് ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി മിനിമം 1 ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. പിന്നെ ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ബാക്ക് മറ്റേ കാർഡിനേക്കാൾ കുറവാണ്. കാരണം ഇത് ബേസ് വേരിയന്റ് കാർഡാണ്. ഇതിന്റെ വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് റിവാർഡ് പോയിന്റിലൂടെ 3.25% വാല്യൂ ബാക്ക് വരുന്നുണ്ട്. 1% ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം വാല്യൂ ബാക്ക് ആയിട്ട് അവർ പറയുന്നത് 4.25% ആണ്. സോ 100 രൂപയ്ക്ക് നമ്മൾ ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക് 3 രൂപ 25 പൈസ അവിടെ നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റിലൂടെ നമുക്ക് തിരികെ ലഭിക്കും. 1% സർചാർജ് വേവറും കിട്ടും. പിന്നെ നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം നേടാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1300 റിവാർഡ് പോയിന്റ് ആണ്, ഇക്വലന്റ് ടു 325 രൂപ. സോ 325 രൂപയുടെ ബെനിഫിറ്റ് ആണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു മാസം മാക്സിമം ഈ ഒരു BPCL ഔട്ട്ലെറ്റിൽ ഫ്യൂൽ അടിക്കുന്നതിലൂടെ നേടുവാനായിട്ട് സാധിക്കുക. സോ മൊത്തത്തിൽ നോക്കിയാൽ ഒരു മാസത്തെ 10,000 രൂപ വരെയുള്ള ഫ്യൂൽ സ്പെൻഡിങ്ങിന് മാത്രമേ നമുക്ക് ഈ ഒരു ഇവരുടെ ഒരു റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഒരു ക്യാപ്പ് എക്സീഡ് ആകും. പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ 1% ആണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 100 രൂപ വരെ നമുക്ക് സർചാർജ് വേവറായിട്ട് നേടാം. ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അപ് ടു 4000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ എമൗണ്ടിനാണ് നമുക്ക് സർചാർജ് വേവർ കിട്ടുക. പിന്നെ നമുക്ക് ഡൈനിങ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഗ്രോസറി മൂവി കാറ്റഗറിയിൽ ഓരോ 100 രൂപയ്ക്ക് നമുക്ക് 5 റിവാർഡ് പോയിന്റ് കിട്ടും. ഈ ഒരു 5 റിവാർഡ് പോയിന്റിന്റെ ക്യാപ്പ് ഒരു മാസം മാക്സിമം 5000 റിവാർഡ് പോയിന്റ് വരെ നേടാം. മറ്റു എലിജിബിൾ ആയുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ കാറ്റഗറിയിൽ ഓരോ 100 രൂപയ്ക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. ഈ ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ നേരത്തെ പറഞ്ഞ രീതിയിൽ 25 പൈസയാണ്. 4 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഇക്വലന്റ് ആണ്. നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് സെലക്ടഡ് BPCL ഔട്ട്ലെറ്റിൽ നമുക്ക് ഫ്യൂൽ അടിക്കാനായിട്ട് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കാറ്റലോഗിൽ നമുക്ക് റിവാർഡ് വൗച്ചേഴ്സ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാനും സാധിക്കും. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് IOCL ഔട്ട്ലെറ്റിൽ ഫ്യൂൽ അടിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അവർ പല ബാങ്കുമായിട്ടും കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാർഡ് RBL ബാങ്കുമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ്. അതിൻ്റെ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 1500 രൂപ പ്ലസ് GST തന്നെയാണ്. പക്ഷേ നമുക്ക് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വെൽക്കം ബെനിഫിറ്റും അവൈലബിൾ ആണ്. വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആനുവൽ ചാർജ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആനുവലി 2.75 ലാഖിന് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ജോയിനിങ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മുതലാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് വെൽക്കം ബെനിഫിറ്റ് ആണ്. നമ്മൾ ഈ ഒരു കാർഡ് എടുത്ത് 30 ഡേയ്സിനുള്ളിൽ
500 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 3000 ഫ്യൂൽ പോയിന്റ് കിട്ടും. 3000 ഫ്യൂൽ പോയിന്റ് എന്ന് പറയുന്നത് ഈക്വലന്റ് ടു 1500 രൂപയാണ്. ഒരു ഫ്യൂൽ പോയിന്റ് എന്ന് പറയുന്നത് 50 പൈസയാണ്. സോ 3000 ഫ്യൂൽ പോയിന്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. സോ 1500 രൂപയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഫ്യൂൽ പോയിന്റ് നമുക്ക് അവിടെ കിട്ടും. സോ വെൽക്കം ബെനിഫിറ്റ് അവിടെ ബാലൻസ് ആകും. പക്ഷേ വെൽക്കം ബെനിഫിറ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ GST കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നില്ല. നമുക്കത് വേറെ ഏതെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഒരു കാർഡിൽ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. ഓരോ 3 മാസത്തിലും 75,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 ഫ്യൂൽ പോയിന്റ് കിട്ടും. പിന്നെ ഈ ഒരു കാർഡിന്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെലക്ടഡ് IOCL ഔട്ട്ലെറ്റ് വഴി നമ്മൾ ഫ്യൂൽ അടിക്കുന്ന സമയത്ത് നമുക്ക് 7.5% വാല്യൂ ബാക്ക് കിട്ടും. അതായത് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 15 ഫ്യൂൽ പോയിന്റ് കിട്ടും. ഈക്വലന്റ് ടു 7 രൂപ 50 പൈസ. അതിന്റെ കൂടുതൽ നമുക്ക് 1% സർചാർജ് വേവറും കിട്ടും. സർചാർജ് വേവറായിട്ട് ഒരു മാസം മാക്സിമം ഇടാനായിട്ട് സാധിക്കുക 200 രൂപ വരെയാണ്. നമുക്കിങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ എൻ ചെയ്യാൻ സാധിക്കുന്ന ഫ്യൂൽ പോയിന്റിന് ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഒരു മാസം മാക്സിമം 2000 ഫ്യൂൽ പോയിന്റ് വരെയാണ് നേടാനായിട്ട് സാധിക്കുക. അതായത് ഈക്വലന്റ് ടു നമുക്ക് 1000 രൂപ വരെയാണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഏകദേശം ഒരു 13,000 രൂപ വരെയുള്ള ഫ്യൂൽ പേയ്മെന്റിന് ഒരു മാസം ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. മറ്റു എലിജിബിൾ കാറ്റഗറിയിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരു 100 രൂപയ്ക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. 2 ഫ്യൂൽ പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഈക്വലന്റ് ആണ്. സോ നമുക്ക് 1% ബെനിഫിറ്റ് ബേസ് ആയിട്ട് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഫ്യൂൽ അടിക്കാനായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് വേണം എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ 3 ഓപ്ഷൻസ് ഇതൊക്കെയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി